നമസ്കാരം, വി ഡി ബിൻഡോയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രശസ്ത കലാകാരൻ സുധിയുടെ ഭാര്യ രേണുവിനെ, സുധി മരണപ്പെട്ടപ്പോൾ ഒരു വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു വൈദികൻ അല്ലെങ്കിൽ ഒരു അച്ഛൻ, ബിഷപ്പ് എന്നാണ് വിളിക്കുന്നത്, അദ്ദേഹം 3 സെൻറ്റ് സ്ഥലം രേണുവിൻ്റെ കുട്ടികൾക്ക് നൽകുകയുണ്ടായി. ഇപ്പോൾ രേണു എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥലം തിരിച്ചു കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ വൈദികൻ കോടതിയെ സമീപിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹം ഒരു ബിഷപ്പല്ലേ? അച്ചോ എന്ന് ജനങ്ങൾ വിളിക്കുന്നയാളല്ലേ? ഞാൻ ചോദിക്കട്ടെ, പാവികളുടെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവത്തിൻ്റെ ശിഷ്യഗണങ്ങളാണല്ലോ ഈ പിതാവ് എന്ന് പറയുന്നത്. ആ പിതാവ് തന്നെ ഈ ഭൂമി തിരിച്ചു മേടിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കേസ് കൊടുക്കാൻ വേണ്ടി പോകുന്നു എന്നാണ് പറയുന്നത്. വിധവയുടെ വെള്ളിക്കാശിന് വിലയുണ്ട് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് അച്ചോ. ബിഷപ്പ് അത് ഒന്നും കൂടി വായിച്ചാൽ, ബൈബിൾ ഒന്നും കൂടി വായിച്ചാൽ നല്ല കാര്യമാണ്. ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും ഒരു ബിഷപ്പ് അല്ലെങ്കിൽ ഒരു വൈദികർ, ഏതെങ്കിലും വൈദിക ശ്രേഷ്ഠർ ഈ വൈദികന് അനുകൂലമായി ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇത് ക്രൈസ്തവ സമൂഹത്തിന്, വൈദിക ശ്രേഷ്ഠർക്ക് അപമാനമാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. കർത്താവ് യേശു ക്രിസ്തുവിനെ ഒറ്റുകൊടുത്തതും ഇതുപോലെ ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായ യൂദാസായിരുന്നു എന്ന് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. ആ 32 വെള്ളിക്കാശിന് ക്രിസ്തുവിനെ ഒറ്റുകൊടുത്തതിന് ശേഷം മേടിച്ച ആ ഭൂമിക്ക് ഇന്ന് ശവപ്പറമ്പ് എന്നാണ് അറിയപ്പെടുന്നത് എന്ന് ഈ വൈദികൻ ഓർത്തിരുന്നാൽ നന്ന് എന്ന് മാത്രമേ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. എന്താണ് ഈ വൈദികൻ ധരിച്ചത്? രേണുവിനൊരു 3 സെൻറ്റ് സ്ഥലം കൊടുക്കുന്നതോടുകൂടി ഒരു ജന്മം മുഴുവനും വിധവയായ സ്ത്രീ ഈ വൈദികൻ പറയുന്നത് കേട്ട് എല്ലാം ശിരസാ നമിച്ച് അങ്ങനെ നിൽക്കും എന്നുള്ളതാണോ ഈ വൈദികൻ ധരിച്ചത്? എന്താണ് രേണു ചെയ്ത തെറ്റ്? അവളുടെ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ, ജീവിതയാത്രയിൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ ഒരു തൊഴിൽ തേടി, അവർക്കറിയാവുന്ന കലാപരമായ രംഗങ്ങളിൽ ഒരു തൊഴിൽ തേടി അവർ പൊതു രംഗത്തേക്ക് ഇറങ്ങി. സ്വതവേ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകൾ ഇങ്ങനെ നിലാരംഭരായി ആരും സഹായിക്കാനില്ലാതെ അങ്ങനെ കഴിഞ്ഞു പോകണം എന്നാഗ്രഹിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള ഈ പ്രചരണത്തിൻ്റെയൊക്കെ പിന്നിൽ നിൽക്കുന്നത് എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇന്ന് അബലകളോ ചബലകളോ അല്ല, വിധവകൾ പ്രബലരാണ് എന്ന് തിരിച്ചറിയുന്ന വിധത്തിലേക്ക് സുധി ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. രേണുവിന് അനുകൂലമാണ് ഞാൻ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമസ്കാരം.